എന്തൊരു നാണക്കേടാ ഏട്ടൻ കാണിച്ചത്. നമ്മളെ പോലെ മനസ്സുറപ്പുള്ള ആളല്ലല്ലോ ഭീമേട്ടാ. ഇനി ആ നാശം പിടിച്ച തള്ളയെ നമ്മൾ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ദേ ധർമ്മേട്ടൻ. ആരും മിണ്ടി പോരുത്. എന്താടാ എല്ലാരെയും അമ്മ പുറത്താക്കിയോ? എന്താടാ ഒരു ഗൗരവം? ചേട്ടൻ ഇതൊന്നും ഗൗരവമുള്ള കാര്യമല്ലായിരിക്കാം, പക്ഷെ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ. ഏത് രജിസ്റ്റർ ഓഫീസിലാ പോയത്? അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞങ്ങൾ വെറും മണ്ടന്മാരല്ല. ഇന്നലെ രാത്രി ഞങ്ങൾ എന്തെല്ലാം ചോദിച്ചു ഒന്ന് പറഞ്ഞിരുന്നെങ്കിലേ. നിനക്കൊക്കെ എന്താടാ വട്ടു പിടിച്ചോ? എന്താടാ സഹദേവ? ഏട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല തറവാട്ടി പെടുന്ന ആരെങ്കിലും നോക്കിക്കൂടായിരുന്നോ? രജിസ്റ്റർ ഓഫീസിലേക്ക് കൂടെ വന്നയാള് എവിടെ പോയി? അത് ഹോട്ടലില്. ക്ലവർ മാൻ. ഇത്രയും കാലം ശുദ്ധനാണ് ഏട്ടൻ എന്ന് കരുതിയ ഞങ്ങളും മണ്ടന്മാർ. എന്താടാ അമ്മ എവിടെ? അമ്മ എല്ലാം സമ്മതിച്ചു. ഇനി ആരെയും ഹോട്ടലിൽ നിർത്തണ്ട. എന്താ എന്താ അമ്മായി? അമ്മായി നിങ്ങൾ വിഷമിക്കണ്ട. ഏട്ടനെല്ലാം സമ്മതിച്ചു. എന്ത് സംഭവിച്ചു? അതെ അമ്മേ, വെളുപ്പിനെ ആരും അറിയാതെ എഴുന്നേറ്റ് പോയി രജിസ്റ്റർ ചെയ്തു. ഹോട്ടലിൽ വിട്ടിട്ടാ വന്നിരിക്കുന്നത്. ഒരു വാക്ക് എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? ഇനി ഒരു പൊതു കാര്യത്തിനും പോകരുതെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാ. ഏട്ടാ, ഏട്ടന്റെ കല്യാണം പൊതുകാര്യാണോ? കല്യാണോ? എന്റെ രജിസ്റ്റർ ചെയ്യുന്ന കല്യാണമല്ലേ? എന്നാ പിന്നെ നാലാളെ വിളിച്ചുകൂട്ടി താലി കെട്ടായിരുന്നില്ലേ? പെണ്ണുപിള്ള, നിങ്ങൾ എന്തായി പറയുന്നേ? കല്യാണം? അമ്മേ, ഞാനാ പവിത്രേട്ടന്റെ പറമ്പിന്റെ രജിസ്ട്രേഷനാ പോയത്. അവരുടെ കുടുംബത്തിന് ഞാനായിരുന്നല്ലോ മധ്യസ്ഥൻ. അത് കഴിഞ്ഞ് പവിത്രേട്ടനെ ഹോട്ടലിൽ കൊണ്ട് വിട്ടു. ധർമ്മേട്ടാ, അപ്പൊ താമരയോ? താമരയോ? ഏത് താമരടാ? എടാ ദുഷ്ട, അപ്പൊ കാര്യം കഴിഞ്ഞപ്പോ നീ എന്റെ മോളെ വലിച്ചെറിഞ്ഞല്ലേ? കൊന്നോ അതോ കടലിൽ താഴ്ത്തിയോ? പറയടാ, പറ. അമ്മേ, ഞാൻ പറഞ്ഞത് സത്യ. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മോളെ ചതിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്ന് നാടകം കളിക്കുക. വിടില്ല, ഞാൻ ഒരെണ്ണത്തിന് വിടില്ല. ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. മോളെ അവിടെ നിക്കടി. എന്റെ പൊന്നു മോളെ, നീ വന്നല്ലോ. നീ വിശ്വസിച്ച് കൂടെ പോയവൻ ചതിയനാടി. അമ്മ അനുജന്മാരെയും കണ്ടപ്പോഴേ ഇവൻ നിന്നെ ഒറ്റിക്കൊടുത്തു. പറഞ്ഞു കൊടുക്കടി എല്ലാവർക്കും എന്താ നടന്നതെന്ന്. ഇന്ന് ഞാൻ ഇവിടുന്ന് പോയപ്പോ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ നീ എവിടെയായിരുന്നു? അത് അമ്മ പണം കൊടുക്കാനുള്ള രാകേഷ് ചേട്ടൻ ടൗണിലുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അമ്മ ചീത്ത പറയുമെന്ന് കരുതിയാ പറയാതെ. എന്റെ ദൈവമേ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. നാശം പിടിച്ചവളെ, നിന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോടി? ഓട്ട കല്യാണി, കുട്ടികളാവുമ്പോ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. ഇവളെ കാണാതെ മാനസിക നില തെറ്റിയപ്പോ ഞാൻ ടീച്ചറെ മക്കളെ എന്തെങ്കിലും പറഞ്ഞോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അമ്മേ. ഞാൻ ഈ സാധനത്തിനൊന്ന് ഞെരിച്ചോട്ടെ. ഏട്ടാ, എനിക്ക് ഇവളുടെ മോന്ത പിടിച്ചൊന്ന് മേക്കപ്പ് ചെയ്യാനാ തോന്നുന്നത്. ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾ പോയി മുറിയുന്ന് ഇവളുടെ സാധനം എടുത്തോണ്ട് വാ. എന്തിനാ ടീച്ചറെ സാധനങ്ങളൊക്കെ എടുപ്പിക്കുന്നത്? ഇത്രയും ദിവസം അമ്മയും മോളും ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മതി.
ഇനി കല്യാണിക്കും മോക്കും എവിടെ വേണമെങ്കിലും പോവാം. അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾ ഇവിടെ അനുസരണയുള്ള വേലക്കാരികളെ പോലെ നിന്നോളാം. കല്യാണി, ബോംബ് തലയ്ക്ക് വെച്ച് ഉറങ്ങാൻ പറ്റുമോ? എനിക്കും എന്റെ മക്കൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം.